ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഹോളിഡേ ആണ്. ഇവിടെ മോൾഡീവ്സിൽ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ആണ് കേട്ടോ ഹോളിഡേ. അപ്പോൾ നമ്മൾ ഹോളിഡേയ്സിലാണ് കുറച്ചധികം ഫ്രീ ആയിരിക്കുക. അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് അല്ല, കാരണം ഒരു ഡേ മൊത്തം കവർ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെ പിന്നെ അത്രയും എന്താ പറയുക, ഈ ക്ലീനിങ് അടക്കം നമ്മളിങ്ങനെ, ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റിക്കും കൊണ്ട് ഇങ്ങനെ നടക്കണം, ഭയങ്കര പാടാന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു മോർണിംഗ് റൂട്ടീൻ ചെയ്യാം. മോർണിംഗ് എന്തൊക്കെയാണ് ഞാനൊരു ഹോളിഡേയ്സിൽ ചെയ്യുന്നതെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഫേസ് വാഷാണ് ഫസ്റ്റ് തന്നെ, കാരണം ഇന്നലെ ഞാൻ ഭയങ്കര ലേസി ആയിരുന്നു അതിനായിട്ട്. അതുകൊണ്ട് ഞാൻ സ്കിൻ കെയർ ബേസിക് ആയിട്ടുള്ളത് പോലും ചെയ്യാണ്ട് ജസ്റ്റ് ഫേസും വാഷ് ചെയ്ത് അങ്ങ് കിടന്നുറങ്ങുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നന്നായിട്ട്, കാരണം എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് റിയാക്ഷൻസൊക്കെ മുഖത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഞാനത് രാവിലെ എണീറ്റപ്പോൾ തന്നെ കുറച്ചധികം ഫേസ് വാഷ് എടുത്തിട്ട്, ഫോം എടുത്തിട്ട് നന്നായിട്ട് ഫേസൊക്കെ വാഷ് ചെയ്ത് ഫ്രഷായി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇന്ന് എൻ്റെ ഹെയർ വാഷ് ഡേ ആണ്. അപ്പോൾ തലയിൽ നന്നായിട്ട് എണ്ണയൊക്കെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ചുള്ള കുളി, അതാണ് നമ്മുടെ ഹെയർ വാഷ് ഡേ. അപ്പം ഞാൻ വീക്കിലി ഒരു ഡേ ആണ് തലയിൽ എണ്ണ തേക്കാറുള്ളൂ. പക്ഷെ നമ്മുടെ നാട്ടിലെന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി തലയിൽ എണ്ണയൊക്കെ തേച്ച് അങ്ങനെ റെയറായിട്ടാണ് കുളിക്കാറുള്ളൂ കേട്ടോ. മീൻസ് അതിനർത്ഥം ഞാൻ കുളിക്കാറില്ല എന്നല്ല, ബട്ട് തലയിൽ എണ്ണ അങ്ങനെ ഡെയിലി തേക്കാറില്ല. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റും ഇവിടുത്തെ ക്ലൈമറ്റും തമ്മിലുള്ള ഡിഫറൻസ് അത് ഒരു മെയിൻ ഫാക്ടറാണ്. കാരണം ഇവിടെ നാട്ടിൽ നമ്മൾ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഷാമ്പു എല്ലാം ഇട്ട്, തലയിൽ ചെളിയൊന്നും ഇല്ലെങ്കിലും ഷാമ്പു ഇട്ട് കഴുകി കളയും, കാരണം നമ്മുടെ മുടിയെല്ലാം ഒട്ടിയിരിക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല ഗൈസ്. നമ്മൾ തലയിൽ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ റൂമിലിരുന്ന് പുറത്തോട്ടിറങ്ങി 2 വെയിലങ്ങ് കൊണ്ടാൽ ആ മുടി മൊത്തം അങ്ങ് ഉണങ്ങി നമ്മുടെ ബേബി ഹെയർ ഒക്കെ ഉണ്ടല്ലോ, ഞാൻ പോകുന്നതിന് മുന്നേ സ്ഥലത്തെത്തിക്കാണും. അതുപോലെയാണ് എൻ്റെ തലയിൽ എണ്ണ ഡ്രൈ ആയി പോകുന്നത്. എനിക്കറിയാൻ പാടില്ല ഈ വെയിലിന് എന്ത് ആവശ്യമുണ്ടെന്ന്. പിന്നെ ജനറലി എനിക്ക് അങ്ങനെ തലയിൽ എണ്ണ വയ്ക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതാണ്, അത്രയും ഡ്രൈ ആയിട്ട് നമ്മുടെ തലയിൽ എണ്ണ മുഴുവൻ പോയിക്കോളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ തലയിൽ നന്നായിട്ട് എണ്ണ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ, നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ്, അല്ലാണ്ട് ഷോപ്സിൽ നിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ്സ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല ഒരു തണുപ്പും ഒക്കെ തലയ്ക്ക് കാണും. അപ്പോൾ ഞാൻ അത് തലയിൽ എണ്ണ തേച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്, കാരണം ഇത് തലയിലൊക്കെ ഇറങ്ങി പിടിക്കട്ടെ. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ പറയുക, എണ്ണ തേച്ച് ഉടനെ കുളിക്കരുത്, കുറച്ച് നേരം ഇരിക്കുക, ആ മുടി അതൊക്കെ ഒന്ന് പിടിച്ചോട്ടെ എന്നൊക്കെ. അപ്പോൾ ഞാൻ കുറച്ച് നേരം വിൻഡോസൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു ഒരു വെളിച്ചമൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ക്ലോസ് ചെയ്തു. അപ്പോൾ എൻ്റെ മോർണിംഗ് തന്നെ ഞാൻ റിഫ്രഷിംഗ് ആയിട്ട് എന്തെങ്കിലും കുടിച്ചിട്ടാണ് തുടങ്ങാറ്. ഞാൻ അങ്ങനെ ചായ കുടിക്കും, ജനറലി ഞാൻ ചായ ആയിരുന്നു കേട്ടോ. ഹോളിഡേയ്സിൽ ഫസ്റ്റ് ഡേ മുന്നത്തേക്ക് വീഡിയോസിൽ ഞാൻ അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു, ചായ കുടിച്ചായിരുന്നു സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഇപ്പം ഞാനതങ്ങ് നിർത്തി. ഈ ചായ കുറച്ച് ബോറിംഗ് ആണ്, ചായ ഓർ കോഫി എനിത്തിങ്. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, അപ്പം നമുക്ക് എനിക്കത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഈ ചായയും കാപ്പിയും ഒക്കെ കുടിക്കുന്നത്. പിന്നെ പാല് ഒരു ഫാക്ടറാണ്, പക്ഷേ ഞാൻ ഓട്സ് എടുക്കുന്നത് കൊണ്ട് അത് എന്തായാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഈ ബുക്കിനെ പറ്റി എനിക്കൊരു കഥ പറയാനുണ്ട് കേട്ടോ. ആക്ച്വലി ഇതെൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഇന്നലെ നൈറ്റ് ഞാൻ ട്യൂഷൻ എടുക്കാൻ പോയപ്പോൾ തന്നതാണ്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് ഫ്രം, കുട്ടിയുടെ പേരുണ്ട്, ടു സ്നേഹ മിസ് എന്നും പറഞ്ഞിട്ടിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ബുക്സ് വായിക്കുന്ന ഒരാളാണ്, നന്നായിട്ട് ബുക്ക് വായിക്കുന്ന ഒരാളാണ്. പക്ഷെ അതിൽ ഇത്രയും ഫണിയായിട്ട്, ആക്ച്വലി കുട്ടികളുടെ ബുക്കിലായിരിക്കും ഇത്രയും ഫണിയായിട്ടുള്ള ബുക്സ്, ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ സ്റ്റോറീസൊക്കെ വരുന്നത്. എനിക്ക് ഈ ബുക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാനിത് വായിച്ചു കഴിഞ്ഞു ഞാൻ ശരിക്കും ലിറ്ററലി പൊട്ടിച്ചിരിക്കുമായിരുന്നു. അതിലത്തെ ഓരോ ഡയലോഗ്സും അതിൽ കുറേ പിക്ചേഴ്സും ഉണ്ട്, ക്യാരക്ടേഴ്സിൻ്റെ റോൾ അനുസരിച്ചുള്ള കുറേ പിക്ചേഴ്സും വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കാണുമ്പോൾ സത്യം പറയാലോ ഭയങ്കര തമാശയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ കുറേ രാവിലെ തന്നെ ഇങ്ങനെ ഇരുന്ന് ചിരിച്ചിട്ട് ഉള്ളൊരു ഡേ ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ഇത്രയും ബുക്ക് വായിച്ചിട്ട്, നമ്മൾ വായിക്കുന്നതൊക്കെ ആണെങ്കിലും വല്ല ഡ്രാമയോ അല്ലെങ്കിൽ വല്ല നോവൽസും ഒക്കെ ആണെങ്കിലും ട്രാജഡിയും ഒക്കെ ആയിരിക്കുമല്ലോ ജനറലി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ബുക്ക് കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ഇത് ഭയങ്കര, ആ കൊച്ചിനെ വെച്ച് നോക്കുമ്പോൾ മിസ്സിനൊരു ബുക്ക് കൊടുക്കുന്നു എന്നുള്ളതായിരിക്കും, പക്ഷേ ഒരു കുട്ടിയുടെ ബുക്ക് എനിക്കത് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ കുറേ നേരം ഇരുന്ന് പൊട്ടിച്ചിരിച്ചൊക്കെ ഇരുന്നു. പിന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. പിന്നെ രാവിലെ തന്നെ എനിക്ക് ട്യൂഷനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ കുറേ നേരം ഞാൻ അതിൽ സ്പെൻഡ് ചെയ്തിരുന്നില്ല. എൻ്റെ ആ ഒരു ദീർഘനിശ്വാസം ഞാൻ വിടുന്നത് കാരണം കുളിക്കണം, കുറേ പണിയുണ്ടെന്നാണ്. ഇതിനിടയിൽ ഞാൻ റൂമെല്ലാം ക്ലീൻ ചെയ്തു, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ കുളിച്ചിട്ട് റെഡി ആയിട്ട് വന്നു. വാവ് അല്ലേ, നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ തലയിൽ തോർത്തൊക്കെ കെട്ടി ഒരു എന്താ പറയുക, കുറേ ആളുകൾ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്,
മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നു, വൈഫ് ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ ഒരു സാധനം. ഇതല്ല, തലയിൽ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ കെട്ടി വെച്ചിരിക്കുന്നത്. പിന്നെന്താ, കുറച്ച് ക്യാമറയുടെ മുന്നിലൊക്കെ നിന്ന് കുറച്ച് പട്ടിഷമൊക്കെ ഇറക്കി. അപ്പോൾ നമ്മൾ റെഡി ആകാൻ പോവാണ്. അപ്പോൾ ഇനി ഒരു 30 മിനിറ്റ്സ് കൂടി എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ട്യൂഷന് പോകാൻ. അപ്പോൾ പിന്നെ വല്ലാണ്ടിരുന്ന് വീഡിയോ എടുത്ത് കളിക്കാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ റെഡി ആവാണ്. തലയൊക്കെ നന്നായി ഡ്രൈ ആക്കിയിട്ട് വേണമല്ലോ നമുക്ക് പോകാൻ. അപ്പോൾ അത്രയും നേരം ഞാൻ പുറത്ത് ശ്രദ്ധിച്ചിരുന്നില്ല ആക്ച്വലി. പക്ഷെ നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത്. അപ്പോൾ തല നനച്ചാലും നനച്ചില്ലെങ്കിലും ഡ്രൈ ആയാലും ആയില്ലെങ്കിലും ഞാൻ നനയാൻ പോകുമായിരുന്നു. കാരണം സൈക്കിളിൽ പോകുമ്പോൾ എനിക്ക് ഈ കുട പിടിച്ച് സൈക്കിൾ ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ട്രൈ ചെയ്തിട്ട് പോലുമില്ല, എനിക്ക് വീഴുമെന്ന് പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇവിടുത്തെ റോഡ്സ് മൊത്തം കുഴികളായതുകൊണ്ട് നമ്മൾ നോർമലായിട്ടുള്ള റോഡ്സാണ് കേട്ടോ, പണി കഴിഞ്ഞിട്ടുള്ള റോഡ് എന്താ പറയുക ടാറിടാത്ത റോഡുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കിളിൽ പോകുമ്പോൾ എനിക്ക് കുറച്ച് എക്സ്പേർട്സാണ് കുഴപ്പമില്ലായിരിക്കും, പക്ഷേ എനിക്ക് കുറച്ച് ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മെല്ലെ മെല്ലെ കുടയൊക്കെ പിടിച്ച് പോകാൻ എനിക്ക് ടെൻഷനാണ് കേട്ടോ. പക്ഷേ ഇപ്പം ഞാൻ ഒരു കൈയൊക്കെ വെച്ച് വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്. ഞാൻ ഇനി കുടയും ലിറ്ററലി ഞാൻ കുറച്ചും കൂടി ട്രൈ ചെയ്യേണ്ടതുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട്, മഴയുള്ള കാര്യമൊക്കെ ഞാൻ ഓർത്തെങ്കിലും സൺസ്ക്രീൻ അറിയാതെ ഇട്ടുപോയി. പിന്നെ ലിബാമാണ്, അത് ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ചുണ്ടെല്ലാം ഡാമേജ് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടു. ഇന്ന് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, കാരണം ട്യൂഷന് പോകുമ്പോൾ നമ്മൾ ലൈറ്റായിട്ടൊക്കെ പോകണം. വേറെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ നമ്മൾ ഒക്കേഷണലി ആണല്ലോ നമ്മൾ റെഡി ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സൺസ്ക്രീൻ ഇട്ടിട്ട് മുടി ജസ്റ്റ് കെട്ടിയിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് ട്യൂഷന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്യൂഷന് പോകുന്ന സമയമാകുമ്പോൾ എങ്ങനെ പോയാലും ലേറ്റ് ആവാറുണ്ട്. പക്ഷേ ഞാൻ ഇറങ്ങുന്ന ടൈമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ധൃതി പിടിച്ച് ഞാൻ പറഞ്ഞ ടൈമിലേക്ക് റീച്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ധൃതി പിടിച്ച് നല്ല സ്പീഡിൽ സൈക്കിൾ ഓട്ടി പോകുന്നതാണ് ആസ് യൂഷ്വൽ. പക്ഷേ ഞാൻ പങ്ക്ച്വലായിട്ട് എൻ്റെ ട്യൂഷൻ ക്ലാസ്സുകളിൽ എത്താറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പോകാനൊക്കെ റെഡിയായി, ഓൾമോസ്റ്റ് സെറ്റായി, ടൈമായി. അപ്പോൾ എനിക്ക് ഇറങ്ങേണ്ട സമയമായിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ട്യൂഷനും എവിടെ പോകുമ്പോഴും ഞാൻ സൈക്കിളെടുത്താണ് പോവാറ്. അപ്പോൾ ഇന്ന് പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഇറങ്ങുന്ന ടൈം ആകുമ്പോഴേക്കും ചെറുതായിട്ടൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്നും നോക്കിയില്ല, ടൈമായപ്പോൾ പെട്ടെന്ന് ഇറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഓപ്ഷൻ. പിന്നെ ഇത്രയും നേരത്തെ നമ്മൾ പോകുന്ന സമയത്ത് ഈ റോട്ടിലും വഴിയിലൊന്നും ആരും ഉണ്ടാവില്ല. കാരണം ഈ ഫ്രൈഡേയും കൂടി ആവുന്നതുകൊണ്ട് പ്രെയർ എടുക്കാനുള്ളവർ പ്രെയറിന് പോകുന്നല്ലാതെ ബാക്കി എല്ലാവരും വീട്ടിൽ തന്നെ ആയിരിക്കും. ചിലവരെ എണീറ്റിട്ടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ പോയ വഴിയാണേ, ഈ വഴി കൂടെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കുമേ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.